ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വേട്ടക്കാരൻ വ്ളോഗ്സ്. ഇറ്റ്സ് മീ വേട്ടക്കാരൻ അഗൈൻ. ഇത്രയും വലിയ സാധനമായിട്ട് അടിച്ചടിച്ചു. അവിടെ എൻ്റെ അമ്മ ഷോട്ടിൽ എന്നെ നൈസായിട്ടാ നോക്കിയ പുള്ളി തുപ്പി തുപ്പി കളയണത്. കനമായിട്ട് കല്ല് കയറിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വേട്ടക്കാരൻ വ്ളോഗ്സ്. ഇറ്റ്സ് മീ വേട്ടക്കാരൻ അഗൈൻ. അപ്പം നമ്മളിന്നൊരു കിടിലെ സാധനത്തിനെ കൊണ്ടാണ് വന്നേക്കണേ. ഇത് നമ്മുടെ വാഹക്കുട്ടനാണ്. ഇത് നമ്മുടെ അലൻ്റെ പെറ്റുവാഹയാണ്. ഇത് ഇത്രയും കാലം കെണ്ടിലിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളർന്നൊന്ന് സെറ്റപ്പായി വന്നു കഴിഞ്ഞ് ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ പിടിച്ച് ഞങ്ങൾ അക്വറിയത്തിലിട്ടു. അപ്പോൾ ഇവനിപ്പോൾ ഇന്ന് ഫീഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത്. അത് കേട്ടപാടെ കേൾക്കാതെ പാതി ഞാൻ പറന്നടിച്ച് ഇവൻ്റെ വീട്ടിലിട്ട് വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും നോക്കിയിരിക്കുകയാണ്. അടിപൊളി കിണ്ണം വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഫീഡിങ് അഗ്രഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നല്ല കളറേഷനൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. നിങ്ങളെ പറഞ്ഞ് ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, ക്രിഞ്ചടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ ഇവിടുത്തെ ഓൺ പ്രൊഡക്റ്റ് സാധനമാണ്. ഓക്കെ കേട്ടോ. ഇത്രയും വലിയ സാധനമായിട്ട് അടിച്ചടിച്ചു. കോമള പോണ കാണാനും ഭംഗി. എടാ, ഈ സൈസ് സാധനമൊക്കെ ഉണ്ടല്ലോ, ഒരു കുറുവേനെയൊക്കെ സുഖമായിട്ട് അടിക്കും. പക്ഷെ ഇത് ഇത്രയുള്ള പരലിനൊക്കെ പിടിച്ചിട്ട് കൊടുത്തിട്ട് അതിന്റെ തലയും മാലൊക്കെ കടിച്ചു കുറച്ച് പറഞ്ഞ അവിടെ പൊങ്ങി ചത്ത് കിടന്നു. അതിന് പിന്നെ കോമള എന്റെ അറിയോ സ്ഥിരം കാനടി ഏറെടുക്കാൻ പോണേ. മടി കുട്ടിക്ക് മേളിലോട്ട് വരാൻ മടിയാ. ചെതമ്പല് പറഞ്ഞു നടക്കുന്നുണ്ട്. ചെകിളയുടെ അവിടെ കിടന്ന പുള്ളി റിവേഴ്സ് എന്നിട്ട് പുറം തിരിഞ്ഞടിക്കും. കണ്ടില്ല, അതിന് കണ്ടില്ല പുള്ളി. മീൻ ചത്തോ ഒരു മീൻ അറിഞ്ഞില്ല. അവിടെ എൻ്റെ അമ്മ ഷോട്ടിൽ എന്നെ നൈസായിട്ടാ നോക്കിയ പുള്ളി തുപ്പി തുപ്പി കളയണത്. കനമായിട്ട് കല്ല് കയറിയിട്ടുണ്ട്. കക്കി തുപ്പുക. പക്ഷെ ആ കക്കല്ല് മീൻ മുറത്തിട്ടില്ല. എടാ, മറ്റേ ഉള്ളിലുണ്ടല്ലോ ഒരു 6-8 ലെയർ ഉണ്ട്, പല്ല് പോലെ തന്നെ. എന്റെ തൊണ്ടയുടെ ഉള്ളില്ലേ, തൊണ്ടയുടെ ഉള്ളിലില്ലേ ഇങ്ങനെ ഈ നഖം പോലെ മാന്തി പിടിക്കുന്ന പോലത്തെ പല്ലുണ്ട്. അവിടെ ലോക്കായ പിന്നെ ഒരു സാധനം അതിന് പുറത്തിട്ട് പോകില്ല. പിന്നെ ചരല് ഫിൽറ്റർ ചെയ്ത് കളയും. ഇപ്പൊ കാണിച്ചില്ലേ, അതുപോലെ കളയും. ആ ഗോൾഡ് ഫിഷിനോട് ഇട്ട് കൊടുത്താലോ? ഗോൾഡ് ഫിഷിനോട് ഇട്ട് കൊടുത്താലോ? കൂടെ അലിഗേറ്ററിനാണെ കൊടുത്തേനെ. അതിന് അതിന്റെ വാല്യൂ ഉണ്ട്. ഈ കിഴങ്ങനെ കൊടുക്കുന്നത് വളരെ എൻ്റെ ഭംഗിയുള്ള മീനാണ്. നോക്കി എൻ്റെ ലുക്കാ. ഇത് വലുതായിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലിട്ടോണ്ട് പോയി. അന്ന് പിടിച്ചപ്പോ അതെന്നുവെച്ചാ കളറില്ലേ, കിടക്കണ വെള്ളത്തിനനുസരിച്ചാ കളറ് കയറണേ. എനിക്ക് അങ്ങനെ തോന്നണം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വാഹക്കുട്ടനെ കാണിച്ച് തന്ന് നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഇനി നമ്മൾ വരുന്നതാണ്. ഇനി നമുക്ക് ദുബായിൽ കാണാം. ഓക്കെ, ഇറ്റ്സ് മീ യുവർ വേട്ടക്കാരൻ സൈനിങ് ഓഫ് വിത്ത് അലൻ സോളി. യമാൻ കണ്ടോ, ഇത്രയാണ് പുജ്ഞാണോ പുജ്ഞം. എന്ത് ചെയ്യാൻ, കുഞ്ഞു പിള്ളേർക്ക് നമ്മുടെ റേഞ്ച് അറിയാൻ പാടില്ല. ഓക്കെ.